വീടിന്റെ അവസ്ഥ കണ്ട് സങ്കടപ്പെടുന്ന സുമിത്ര. നന്ദന പുതിയ ജോലിക്കായി പുറപ്പെടുന്നു. പ്രതാപവർമ്മയുടെ മുന്നിൽ വന്നു പെടുന്ന നന്ദനയും മുത്തശ്ശിയും. അമ്മയോട് സങ്കടം പറയുന്ന വിദ്യാഭാരതി. ശിവരാമൻ ചേട്ടനെ തള്ളി പറയാനും ഞാൻ പ്രസവിച്ച കുഞ്ഞിനെ ഉപേക്ഷിക്കാനും അച്ഛൻ നിർബന്ധിച്ചു. അമ്മ അതിന് കൂട്ടുനിന്നു. ജോലി കിട്ടിയ വിവരം വലിയ സന്തോഷത്തിലാണ് നന്ദനെ അറിയിച്ചത്. എന്നിട്ട് താൻ റിസൈൻ ചെയ്തത് എന്താ? റിസൈൻ ചെയ്തോ? ഇതാര് പറഞ്ഞു? ആ ഓഫീസിൽ നിന്ന് അറിഞ്ഞതാ. ലെറ്ററില് നന്ദന ഡ്രീംസ് ഫാഷൻ ഡിസൈനിങ് എന്ന് മാത്രമല്ല എഴുതിയിരുന്നുള്ളൂ. അത് വെച്ച് ഓഫീസ് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. അവിടുത്തെ MD പറഞ്ഞത് നന്ദന ജോലി വിട്ടിട്ട് പോയെന്ന്. ഞാനായിട്ട് വിട്ടതല്ല, അവരെന്നെ പറഞ്ഞു വിട്ടതാ. ആര്? ടെർമിനേറ്റ് ചെയ്തുകൊണ്ടുള്ള നോട്ടീസ് തന്നത് MDയാ. പക്ഷെ അണിയറയില് മറ്റൊരാളുണ്ടായിരുന്നു. ആരായിരിക്കുന്ന ഹരിയേട്ടന് ഊഹിക്കാലോ. പ്രതാപവർമ്മയാണോ? അതെ, അത് തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. മുമ്പേ ചെന്ന് പെടാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. എന്നാലും ഒരു വീടല്ലേ, തമ്മിൽ കാണാതെ പറ്റില്ലല്ലോ. അപ്പൊ തുടങ്ങും ബഹളം. കോംപ്ലക്സ് ആണ് മനുഷ്യന്. ഒരു കുട്ടിയുടെ അമ്മയെ ഭാര്യയായിട്ട് സ്വീകരിച്ചതിന്റെ കോംപ്ലക്സ്. ഒന്നും മറച്ചു വെക്കാതെ കല്യാണം നടത്തിയെന്ന മുത്തശ്ശി പറഞ്ഞു. ആയിരിക്കും. പക്ഷെ പ്രതാപവർമ്മ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഒരിക്കൽ ഭാര്യ പ്രസവിച്ച കുട്ടി തന്റെ മുന്നിൽ വന്ന് നിൽക്കുമെന്ന്. താൻ അപ്സെറ്റ് ആവണ്ട. ഒന്നോർത്ത അയാളോട് സിമ്പതിയാ തോന്നുന്നത്. അപ്സെറ്റ് ആവണ്ടോ? ഈ മുഖം മങ്ങുന്നത് കാണാനല്ല ഞാൻ വന്നത്. കുറച്ചു ദിവസത്തേക്കാണെങ്കിലും ജോലി ഒരു ആശ്വാസമായിരുന്നു. ആശ്വാസമോ അത് രക്ഷപ്പെടലോ? തുറന്നു പറ, നന്ദനയ്ക്ക് ശരിക്കും മടുക്കുന്നില്ലേ? മടുക്കുന്നുണ്ടെങ്കിലും അനുഭവിച്ചല്ലേ പറ്റൂ. അങ്ങനെ നിയമമൊന്നുമില്ല. ഏത് കാര്യത്തിൽ ഓപ്ഷൻ ഇല്ലാത്തത്? എന്നും ഈ മടുപ്പ് അനുഭവിക്കേണ്ടെന്ന് നന്ദന തീരുമാനിച്ച വേണ്ട. പക്ഷേ താൻ ആ ഡിസിഷൻ എടുക്കണം. എന്താ, അതിനുള്ള സ്വാതന്ത്ര്യം തനിക്കില്ലേ? എന്റെ സ്വാതന്ത്ര്യമല്ല പ്രശ്നം. അത് മറ്റു ചിലരെ ബാധിക്കും. മുത്തശ്ശിയെ, പിന്നെ കുഞ്ഞമ്മയെ. സ്വന്തം വഴി തിരഞ്ഞെടുക്കാറാവുമ്പോൾ പണ്ടും തന്നെ ഇങ്ങനെ പിന്നിലേക്ക് പിടിച്ചു നിർത്താൻ ചില ബന്ധങ്ങളുണ്ടായിരുന്നു. ആദ്യം അച്ഛൻ, അത് കഴിഞ്ഞ് അമ്പിളി. നോക്കുന്നതന വളരെ ദൂരെയാണെങ്കിലും തൻ്റെ അമ്മ വീട് കണ്ടുപിടിച്ച് തന്നെ ഇവിടെ എത്തിക്കാൻ ഞാൻ മുൻകൈ എടുത്തത് ചില പ്രതീക്ഷകളോടെയാണ്. പക്ഷെ പനിക്കലെ ജീവിതത്തിന്റെ ആവർത്തനമായി ഇവിടെ. അതെനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അമ്പിളി ഇടയ്ക്കെന്നോട് ചോദിച്ചു, അന്ന് നമ്മുടെ കല്യാണം മുടങ്ങിയപ്പോൾ നന്ദേച്ചിയെ രജിസ്റ്റർ ചെയ്യാൻ തൻ്റെ ഇടം കാണിക്കായിരുന്നു എന്താന്ന്. അപ്പോഴെനിക്ക് ആ കുട്ടിയോട് പറയാനൊരു മറുപടി ഉണ്ടായിരുന്നില്ല. അനിയത്തിയോട് പറയാതിരുന്ന മറുപടി ഞാൻ അയാളുടെ ചേച്ചിയോട് പറയുക. രജിസ്റ്റർ മാരേജെങ്കിൽ അങ്ങനെ ഞാൻ തയ്യാറാ. ഏത് നിമിഷം അതിനൊരുക്കുക. തന്നെ ഇങ്ങനെ വിട്ടിട്ട് പോകാൻ എനിക്കാവില്ല. കോവിലത്തെ തമ്പുരാട്ടിക്കുട്ടി പണ്ട് കാണിച്ച അവിവേകത്തിന് ആവർത്തനാവുമെന്ന് നന്ദനോട് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടേതായ ജീവിതം തുടങ്ങണം. മറ്റുള്ളവർ എന്തും വിചാരിച്ചോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. നന്ദന, സ്നേഹിക്കുന്നവരെ വിഷമിപ്പിക്കുക, പിന്നെ വെറുപ്പിക്കുക, അതെന്റെ വിധിയ. തന്നെ ഓർത്ത് ഞാൻ വിഷമിക്കുന്നുണ്ട്. പക്ഷെ വെറുക്കാനോ? അങ്ങനെയാണോ താൻ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളത്? ആഗ്രഹിച്ചാലും പറ്റില്ലത്. നന്ദനയുടെ ഒരു വാക്ക്, അത് മതി എനിക്ക്. പിന്നെ ആരുടെ എതിർപ്പ് പ്രശ്നമല്ല. വരാം, ഞാൻ വരാം.
കാത്തിരുന്നൂടെ? ഒന്നോടെ നിൽക്കോ. എന്നെ പരിചയമില്ലേ? ഞാൻ മഹേഷ്. നമ്മള് റിലേറ്റീവ്സാ. നന്ദനയുടെ അച്ഛൻ എൻ്റെ അമ്മാവനാ. ഒന്നുകൂടി ക്ലിയർ ആക്കാം. ശിവരാമമാമന്റെ ഇളയ സിസ്റ്ററാ എൻ്റെ അമ്മ. എന്നുവെച്ചാ എൻ്റെ കസിനാ നന്ദന. നന്ദന എന്തൊന്നും മിണ്ടാത്തത്? ഞാൻ പോവാ. നിക്ക്, ഒരു കാര്യം പറയാനാ ഞാനിപ്പോ വന്നേ. നന്ദന സൂക്ഷിക്കണം. ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കരുത്. തന്നെ അപകടപ്പെടുത്താൻ സാധ്യതയുണ്ട്. അപകടപ്പെടുത്താനോ? ഞാൻ വെറുതെ പറഞ്ഞല്ല, അങ്ങനെ സംഭവിച്ചേക്കാം. നന്ദനയ്ക്ക് അറിയാഞ്ഞിട്ടാ. എന്നെ അന്യനായിട്ട് കാണണ്ട. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അറിയിക്കണം. ഇപ്പൊ ഒരു പ്രശ്നമില്ല, പ്ലീസ്. ജാനകി എന്തിയേ? തുണിയെല്ലാം അലക്കി വിരിച്ചിട്ട് എന്നെ കാണാതങ്ങ് പോയോ? വിശക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ രാവിലത്തെ കാപ്പി ഇരുന്ന് എടുത്തു കൊടുത്തു. അപ്പുറത്തിരുന്ന് കഴിക്കുക. ആ, നീ പോയോന്ന് ചോദിക്കായിരുന്നു ഞാൻ വിദ്യയോട്. അമ്മയെ കാണാതെ ഞാൻ പോവോ? അത് കൊള്ളാം. തുണികളെല്ലാം അലക്കിലോ അല്ലേ? മൊത്തം അടിച്ചു നനച്ച് വൃത്തിയാക്കി വിരിച്ചിട്ടുണ്ട്. ദാ ഇത് വെച്ചു. ഇന്ന് ജാനകി മരുമോളെ കണ്ടില്ലല്ലോ. പ്രതിഭ അമ്പലത്തിൽ പോയിരിക്ക. ഇന്ന് ഏകാദശിയല്ലേ? ഉച്ചപൂജയുടെ നിവേദ്യവും വാങ്ങിച്ചിട്ടേ വരികയുള്ളൂ. കോലത്ത് പുതിയ ആളെ ഇതുവരെ കണ്ടിട്ടില്ല. വിദ്യാമ്മയുടെ മോളെ ഒന്ന് വിളിക്കാവോ? അതിനെന്താ? നന്ദനേ, മോളെ ഇങ്ങോട്ടൊന്ന് വന്നേ. മോള് വന്നോണ്ടായിരിക്കും വിദ്യാമ്മയുടെ മുഖത്തൊരു തെളിച്ചുണ്ട്. വാ. ജാനകിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന്. ആഹാ, അമ്മയുടെ മുഖച്ചായാണല്ലോ. അച്ഛനെ എനിക്കറിയായിരുന്നു കേട്ടോ. പണ്ട് മുതലേ ജാനകിയുടെ വീട്ടുകാരാ കോലോത്തെ തുണി അലക്കി തരുന്നത്. ഒന്ന് കണ്ടല്ലോ, സന്തോഷായി. എന്നിനി പോട്ടെ അമ്മേ. തുണി പെട്ടെന്ന് ഉണങ്ങും. നല്ല വെയിലല്ലേ? മടക്കി എടുത്തോണേ. ശരി.
നന്ദനെ, മോളെ, നന്ദനെ. എന്താ അമ്മേ? അലക്കിയിട്ട തുണി ഇപ്പൊ ഉണങ്ങിയിട്ടുണ്ടാവും. ആ, ഞാൻ എടുത്തിട്ട് വരാം. ആ. അയ്യോ അയ്യോ, മോളെ മോളെ നന്ദനെ, എന്റെ പൊന്നു മോളെ, മോളെ നന്ദനെ, മോളെ, അമ്മയൊന്ന് ഓടി വരണേ, ഭാസ്കരേട്ടാ, മോളെ മോളെ നന്ദനെ. അയ്യോ മോളെ മോളെ, അയ്യോ മോളെ, മോളെ, അയ്യോ എന്താ പറ്റിയത്? എന്ത് പറ്റി? മോളെ, ഭാസ്കരേട്ടാ, എന്താ ഉണ്ടായത്? എനിക്കറിഞ്ഞൂടാ. മോളെ, നന്ദനെ, ഇത് മോളെ. കണ്ടോ ഭാസ്കരേട്ടാ? അയ്യോ, നല്ലോണം മുറിഞ്ഞിട്ടുണ്ടല്ലോ. മോളെ. എടുക്ക്, വേഗം എടുക്ക്. മോളെ 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 നന്ദനെ, മോളെ, ഞാൻ പോയി കുറച്ച് വെള്ളം കൊണ്ടുവരാം. എന്താ ഇത്? മോളെ, എന്താ പറ്റി എന്റെ കുഞ്ഞിന്? അറിഞ്ഞൂടാ. അയ്യോ, ഞാൻ തുണിയെടുക്കാൻ ചെല്ലുമ്പോ താഴെ കിടക്കുന്നു. ഒത്തുകൊണ്ട ലക്ഷണമോ? ആ വെള്ളം അങ്ങ് തന്നേ. കുറച്ച് മുഖത്ത് തെളിക്കും. അയ്യോ. മോളെ, കണ്ണു തുറക്കും മോളെ. നന്ദനെ, രക്തം നിലച്ചിട്ടില്ലല്ലോ. കുഴപ്പാ. എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകണം. വണ്ടി എടുക്കും ഭാസ്കര, പെട്ടെന്നാട്ടെ. കാറ് പ്രതിഭ അമ്പലത്തിൽ കൊണ്ടുവരിക. ഇവരുടെ കാറിലേക്ക് കിടക്കണേ. താക്കോല് പ്രതാപേട്ടന്റെ കയ്യിലാ, ഞാൻ എടുത്തോണ്ട് പേജില്ലേ? മോളെ മോളെ. മോളെ മോളെ നന്ദനെ, മോളെ മോളെ. പ്രതാപേട്ട, ആ കാറിന്റെ താക്കോലിങ്ങിതാ. നന്ദനെ ആശുപത്രി കൊണ്ടുപോകാനാ. നന്ദനിക്ക് കുത്തുകൊണ്ട് അവിടെ കിടക്കുക. വേഗം താക്കോലിതാ. കുത്തോ? അയ്യോ, അതൊക്കെ പിന്നെ പറയാം. ഓ, എന്നാലും എനിക്ക് അറിയേണ്ട വിദ്യ എന്താ കാര്യം? അയ്യോ, നീ ഇവിടെ നിൽക്ക്, ഞാൻ നോക്കിട്ട് വരാം. വിദ്യേ, ഒന്ന് വേഗം വാ. അയ്യോ, എന്റെ മോള്, മോളെ മോളെ നന്ദനെ, എന്റെ ഈശ്വര, മോളെ കണ്ണു തുറക്കും മോളെ. മോളെ നന്ദനെ, മോളെ കണ്ണു തുറക്കും മോളെ. മോളെ കണ്ണു തുറക്ക്. ഇതത്ര കാര്യമുള്ള കാര്യമൊന്നുമല്ല. കുറച്ച് കഴിയുമ്പോഴേ തന്നെത്താൻ എനിക്ക് പൊക്കോളൂ. വർമ്മേ, പ്രശ്നമാണ് വർമ്മ സാറേ. എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകണം. അതിന്റെ ഒന്നും കാര്യമില്ലെന്നേ. ദയവ് ചെയ്ത് വർമ്മ കാർന്നെടുക്കൂ. പറ്റില്ല. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. സകല മനുഷ്യത്വം കാണിക്ക്. ഇവളെ കൊണ്ടുപോകാനുള്ളതല്ല എന്റെ കാറ്. തിരിച്ച് ശവം കൊണ്ടുവരാനാണെങ്കിലേ ആംബുലൻസ് ഏർപ്പാടാക്കി തരാം. എങ്കിൽ താക്കോലിതാ. ഭാസ്കരൻ വണ്ടി ഓടിക്കൂ. ഒരു ഭാസ്കറിന്റെ ഓടിക്കാനുള്ളതല്ല എന്റെ കാറ്. അശ്വിൻ, ആദിത്യൻ, നീ എന്തിനാ എന്റെ കുട്ടികളെ വിളിക്കണേ? എന്താ അമ്മേ? എന്ത് പറ്റി? വാ. മോളെ മോളെ, ഇത് കണ്ടോ? നോക്ക് മോനെ, നിങ്ങൾ ആരെങ്കിലും ഈ കുട്ടിയൊന്ന് ആശുപത്രി കൊണ്ടുപോ, ഇല്ലെങ്കിൽ മരിച്ചു പോകും. കൊണ്ടുപോ മക്കളെ, ഒരു മനുഷ്യ ജീവനല്ലേ. ഇവരെ എന്റെ മക്കളാണെങ്കിൽ കൊണ്ടുപോവില്ല. എന്റെ കാർ ആരോട്ടും ഇടുക്കയില്ല. അയ്യോ, സമയം പോകുന്നല്ലോ എന്റെ ഈശ്വര. എന്തെങ്കിലും ഒന്ന് ചെയ്യേ മോളെ മോളെ.
പറഞ്ഞത്? കാറിന്റെ താക്കോൽ ഇങ്ങ് തരാൻ. മാറ്. ആ കാറിന്റെ താക്കോൽ എടീ, തരാനല്ലേ പറഞ്ഞത്? കൊല്ലും ഞാൻ ഇന്ന് തന്നെ. അങ്ങോട്ട് അയ്യോ. വിദ്യ, വിദ്യ, വിദ്യ പൂട്ടരുത്. തുറക്കടി. വാതിൽ തുറക്കാൻ, വാതിൽ തുറക്കാനാ പറഞ്ഞത് നിന്നോട്. തുറക്കടി, തുറക്ക്, വാതിൽ തുറക്കാൻ. വിദ്യ, വിദ്യ, വിദ്യ. അശ്വിനെ, എടാ ആദിത്യ, എവിടെ പോയി കിടക്ക ഈ നാശങ്ങള്? എടാ ആരെങ്കിലും വാദം തുറക്ക്. അശ്വിനെ, എന്താ എന്തു പറ്റി? ഡാ ഈ ഡോറും തുറക്കാൻ. താക്കോലില്ല അതിനകത്ത്. എന്താ എന്താ പെട്ടെന്ന് ചെല്ലണം അങ്ങട്. അവള് കാറെടുക്കരുത്. അവള് കാറെടുക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കരുത്. തടയാ, തടയായി. കാറെടുക്കാൻ സമ്മതിക്കരുതെന്ന്. ഓടാ, ഓട്. അമ്മ എന്താ കാണിക്കുന്നേ? വഴിന്ന് മാറിക്കേ. വേണ്ടമ്മേ, അച്ഛനെ എതിർത്ത് പോണ്ട. നിന്നോട് പറഞ്ഞത് മാറാൻ. ഇല്ല, ഞാൻ വിടില്ല. അമ്മേ, വിധി ഒന്ന് വേഗം ആവട്ടെ.